തിരുവനന്തപുരത്ത് യുവതിയെ അടിച്ചു കൊന്നു. മണ്ണന്തലയിലാണ് കൊലപാതകം. പോത്തൻകോട് സ്വദേശി ഷഹീനയാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ സംഷാദും സുഹൃത്ത് വിശാഖും പോലീസ് കസ്റ്റഡിയിലുണ്ട്. മേഘ്ന മുരളി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, എന്താണ് ഈ കൊലപാതകത്തിന്റെ കാരണമെന്ന് മനസ്സിലാകുന്നില്ല. കുടുംബത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? സഹോദരൻ സഹോദരിയെ ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താനും മാത്രം എന്ത് വൈരാഗ്യം, എന്ത് തർക്കമെന്നതാണ് വ്യക്തമാകാത്തത്. നിലവിൽ ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ മാതാപിതാക്കളുടെ അടുത്തു നിന്നൊക്കെ മൊഴിയെടുക്കുന്നതിലേക്ക് അന്വേഷണം കടന്നിട്ടുണ്ടോ? ഗോകുൽ, ഇപ്പോൾ പ്രധാനമായും ഈ തിരുവനന്തപുരത്താണ് മണ്ണന്തലയിൽ അപ്പാർട്ട്മെന്റിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ട് എന്നത് വ്യക്തമായി. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള യുവതിയുടെ സഹോദരന്റെയും സുഹൃത്തിന്റെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മേഘ്ന, തുടരാം. എങ്ങനെയാണ് അന്വേഷണം പോകുന്നത്? ഈ സഹോദരനും സുഹൃത്തിനുമെതിരെ എന്തൊക്കെ തെളിവുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്? ഇവരുടെ അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കുമൊക്കെ കടക്കുന്നത് എന്തുകൊണ്ട്? ഗൂഗിൾ, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരന്റെയും സുഹൃത്തിന്റെയും ദൃശ്യങ്ങളാണ്. അതിൽ പ്രധാനമായും ഇവരെ, അതായത് ഈ കസ്റ്റഡിയിലുള്ള പ്രതികൾ ഇപ്പോൾ പെരുകുറ സർക്കാർ ആശുപത്രിയിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ പോലീസ് പറയുന്നത്, അതായത് പോലീസിന് പല സൂചനകളുമുണ്ട്. അതിൽ പോലീസ് പറയുന്നത് യുവതിയെ അടിച്ചു കൊന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് യുവതിയെ ഈ സഹോദരനും സഹോദരന്റെ സുഹൃത്തും ചേർന്ന് അടിച്ചു കൊന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിൽ ഇപ്പോൾ ഈ 2 പ്രതികളാണ് കസ്റ്റഡിയിലുള്ളത്. അതിൽ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നതും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ യുവതിയെ മർദ്ദിക്കുന്നത്. അതായത് ഒരു അപ്പാർട്ട്മെന്റിൽ ഈ ഒരു റൂം എടുക്കുന്നു. അതിനുശേഷം ഈ സഹോദരൻ യുവതിയെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഇവിടെ ഈ മണ്ണന്തല എത്തുന്നതും ഒരു പല്ലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മണ്ണന്തല ഒരു റൂം എടുക്കുന്നത്. ആ ശേഷം ഈ റൂമിൽ നിന്ന് ആദ്യം ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് റൂം എടുത്തു. പിന്നീട് 24-ാം തീയതി വരെ റൂം വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഈ ഒരു അക്രമത്തിലേക്ക്, അല്ലെങ്കിൽ യുവതിയെ അടിച്ചു കൊല്ലുന്ന രീതിയിലേക്ക് ഈ സഹോദരൻ മാറിയിട്ടുള്ളത്. അതിൽ എന്താണ് ഈ ഒരു അതിക്രമത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. അതിൽ ഈ അപ്പാർട്ട്മെന്റിൽ റൂം എടുത്ത പോത്തൻകോട് സ്വദേശികളാണ് ഈ ഷഹീനയും സഹോദരനായിട്ടുള്ള സംഷാദും. പക്ഷെ അതിനുശേഷം എന്തുകൊണ്ട് ഈ മണ്ണന്തലയിൽ റൂം എടുത്തു? കാരണം ഇതെന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി പോകണമെങ്കിലും ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ പോത്തൻകോട് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് മണ്ണന്തലയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ റൂം എടുക്കുന്ന കാര്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും യുവതിയുടെ ദേഹത്ത് അതിൽ ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പറയുന്നത്. എന്തുകൊണ്ട് എന്നുള്ളത് തന്നെ, അതായത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിലേക്ക് ഈ സഹോദരൻ കടന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ അപ്പാർട്ട്മെന്റിലേക്ക് ഈ ഷഹീനയുടെ മാതാപിതാക്കളും എത്തുന്നുണ്ട്. അതായത് ഈ മാതാപിതാക്കൾ ഈ ഒരു വിഷയം നടക്കുന്നു, അതായത് ഈ ഷഹീനയുടെ സഹോദരനും സുഹൃത്തും മദ്യലഹരിയിലായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു തർക്കം നടക്കുന്നു എന്ന കാര്യം ഷഹീന മാതാപിതാക്കളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ മാതാപിതാക്കൾ ഇവിടെ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് തന്നെ യുവതിയെ ഈ റൂമിൽ നിലത്ത് കിടക്കുന്ന രീതിയിൽ, ശരീരത്തിൽ മുറിവുകളോടുകൂടി നിലത്ത് കിടക്കുന്ന രീതിയിലായിരുന്നു യുവതി ഉണ്ടായിരുന്നത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴും ഈ ആംബുലൻസ് വിളിക്കാനടക്കം സഹോദരൻ തടഞ്ഞു എന്ന കാര്യങ്ങളടക്കം മാതാപിതാക്കളും പറയുന്നു. ഏതായാലും സഹോദരൻ സഹോദരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നതാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ. ഷഹീനയുടെ ഫോൺ കോൾ, മാതാപിതാക്കൾക്ക് ചെന്ന ഫോൺ കോൾ, അതിനുശേഷം അവർ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതിനിടെയുള്ള സമയം, അവിടെ എന്ത് സംഭവിച്ചെന്നതാണ് ഇനി വ്യക്തമാകേണ്ടത്. അക്കാര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. സഹോദരനും സുഹൃത്തുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്.